Welcome to Special Theory of Relativity for degree classes. ഫിസിക്സിൽ രണ്ട് സംഗതിയുണ്ട്. ഒന്ന് പ്രതിഭാസങ്ങൾ അല്ലെ പ്രകൃതി നിയമങ്ങൾ. രണ്ട് നിരീക്ഷകൻ. അത് പഠിക്കാനായിട്ട് ഒരുമ്പെടുന്ന ഒരു വ്യക്തി. അത് നമ്മൾ ഒബ്സേർവർ എന്ന് പറയും. നിരീക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളെ ഒബ്സേർവ്ഡ് എന്ന് പറയും. ഇതിൽ ഒബ്സർവർ എവിടെ നിന്നുകൊണ്ടാണോ നിരീക്ഷിക്കുന്നത് അതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. നമ്മുടെ നിത്യജീവിതത്തിലെ മെക്കാനിക്സ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മുടെ ഗ്രൗണ്ടാണ്. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ഇരുന്നു കൊണ്ടാണ് ഒരു ഒബ്സർവേഷൻ നടത്തുന്നതെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ട്രെയിനോ ബസ്സോ ആവും. ന്യൂട്ടൺസ് ലോ, അതിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഇനേർഷ്യ. അതാദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത് ഗലീലിയോ. ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഏത് വസ്തുവും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതേ സ്പീഡിൽ അല്ലെ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യും ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫോഴ്സ്. ഈ സ്വഭാവത്തിന് വസ്തുക്കളുടെ ഇനേർഷ്യ എന്നാണ് പറയുക. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് അതിനെ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുക. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ഏതൊരു വസ്തുവും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. യൂണിഫോം മോഷനിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നു ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതാണ് ഇനേർഷ്യൽ പ്രോപ്പർട്ടി അല്ലെ ഇനേർഷ്യ എന്ന് പറയുക. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഒബേ ചെയ്യുന്ന ഏതൊക്കെ ഫ്രെയിംസിനെയെല്ലാം നമ്മൾ ജനറലായിട്ട് പറയുന്ന പേര് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഈ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഉപയോഗിച്ചാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടായിട്ടുള്ളത്. നമ്മളത് അതിനെപ്പറ്റി പിന്നീട് ചർച്ച ചെയ്യാം. ഇതിൽ ഇനേർഷ്യ പറ്റി മെൻഷൻ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്സൊക്കെ കൈകാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനർജി മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഒരു വസ്തുവിനെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമ്മളതിന് കൈനറ്റിക് എനർജി കൊടുത്തു എന്ന് പറയും. ഈ കൈനറ്റിക് എനർജി കയ്യിലുള്ളിടത്തോളം കാലം അത് ഒരേ സ്പീഡിൽ തന്നെ സഞ്ചരിക്കും. പിന്നെ സ്ട്രെയിറ്റ് ലൈന് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഷോർട്ടസ്റ്റ് പാത്ത് തിരഞ്ഞെടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ ഇനേർഷ്യയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ ഫോഴ്സ് മെത്തേഡിൽ നമുക്ക് ഇനേർഷ്യ മെൻഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു സംഭവം അല്ലെ ഒരു ലോ ഓഫ് നേച്ചർ രണ്ട് വ്യത്യസ്ത ഇനേർഷ്യൽ ഫ്രെയിംസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റ് ആ ഫിസിക്സിൽ. അപ്പോൾ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഒരു മെഷർമെൻറ്റ് നടത്തുന്നു, മറ്റൊരു ഫ്രെയിമിൽ നിന്നും അതേ സംഭവത്തിൻ്റെ മെഷർമെൻറ്റ് നടത്തുന്നു. ഈ രണ്ട് മെഷർമെൻറ്റ്സും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ലോസ് എന്ന് പറയുക, അല്ലെ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയും. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമുക്ക് ഉള്ള ട്രാൻസ്ഫോർമേഷൻ ന്യൂട്ടൺസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. ഇത് നമുക്ക് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ ഈ
ട്രാൻസ്ഫോർമേഷൻ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ പ്രാധാന്യം. ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന സ്ലോ സ്പീഡുകളിലെല്ലാം വാലിഡാണ്, അനുസരിക്കും. പക്ഷേ ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് അടുക്കുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ പരാജയപ്പെടുന്നതായിട്ട് കാണാം. അത് നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിൽ കാണാം. ഇന്നിപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഒരു മനുഷ്യൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്റ്റേഷനറി ഫ്രെയിമാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്നു, ഭൂമി സ്വന്തം ആക്സിസിന് ചുറ്റും സ്പിൻ ചെയ്യുന്നു. ഇതൊക്കെ ഇരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ എർത്ത് ഒരു സ്റ്റേഷനറി ഫ്രെയിമായിട്ട് നമുക്ക് കരുതാം. അത് ഇനേർഷ്യൽ ഫ്രെയിമാണ്. ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിക്കും എർത്തിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഇനേർഷ്യ സത്യമാണ്. ഒരുത്തൻ മുകളിലേക്ക് ഒരു കാലിൽ ബോൾ എടുത്തെറിയുന്നു. അത് നേരെ സ്ട്രെയിറ്റ് ലൈനിൽ മുകളിലോട്ട് പോയി ഹയസ്റ്റ് പോയിന്റ് ചെന്നിട്ട് തിരിച്ച് താഴോട്ട് കാൽ ചോട്ടി വന്ന് വീഴും. ഇതേ വസ്തു തന്നെ ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ ഒരു പരാബോളിക് പാത്തിൽ കൂടി ഇത് ഗ്രൗണ്ടിൽ വന്ന് വീഴും. ഈ രണ്ട് കേസിലും ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്നേ ഉള്ളൂ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പറയും. F=mg, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെ ആ വസ്തുവിൻ്റെ വെയിറ്റ്. ഇതേപോലെ ഓടിക്കൊണ്ട് കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെ ഓടുന്ന ഒരു ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഒരുത്തൻ ഇതേ സംഗതി ചെയ്താൽ ഇതേ ഒബ്സർവേഷനാണ് കിട്ടുക. ശ്രദ്ധിക്കണം, സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടി കോൺസ്റ്റൻ്റ് സ്പീഡിൽ, അത് രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ ഓടുന്ന ഒരു ട്രെയിൻ. അവിടെ ജർക്കില്ല, മറ്റ് യാതൊരു ഫോഴ്സസും രംഗത്തില്ല എങ്കിൽ ഈ ബോൾ ഒരുത്തൻ മുകളിലോട്ട് എറിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോയി ഹയസ്റ്റ് പോയിന്റ് എത്തിയിട്ട് തിരിച്ചയുടെ കാച്ചോട്ടി വന്ന് വീഴും, എറിഞ്ഞെടുത്ത് വന്ന് വീഴുന്നു. ഇത് തന്നെ ഹൊറിസോണ്ടലായിട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്താൽ ഇത് ഒരു പരാബോളിക് പാത്തിൽ കൂടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ട്രെയിനിൻ്റെ ഫ്ലോറിൽ വന്ന് വീഴും. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ കാണുന്ന ഒബ്സർവേഷൻ, അയാൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ അയാൾ കാണുന്ന ഒബ്സർവേഷൻ അത് തന്നെയാണ് ഈ ട്രെയിനിലിരിക്കുന്ന ആളും അയാളെ സംബന്ധിച്ചിടത്തോളം നടക്കുക. അപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ ഈ രണ്ട് കേസിലും ബാധകമാണ്. ഈ ട്രെയിനിൽ ഒരു വസ്തു അറ്റ് ഈ ട്രെയിനിലിരിക്കുന്ന ആളിന് അത് അറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും, മറ്റൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നിടം വരെ. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ അതിനകത്ത് ഒരു ഈച്ച പറക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ അവിടെ ബാധകമാണ്. നേരെ മറിച്ച് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ ഈ ട്രെയിനിലിരിക്കുന്നയാൾ ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞ് അയാളത് ട്രെയിനിലിരിക്കുന്ന ആളിന് അത് എറിയുന്ന പോയിന്റ് തിരിച്ചെത്തും. പക്ഷേ ഒരു വെർട്ടിക്കൽ പാത്ത് അയാൾ കാണുക. പക്ഷേ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇതേ സംഭവം കണ്ടാൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളിന് ഈ ബോള്, ട്രെയിനിനുള്ളിലിരുന്ന് എറിയുന്ന ബോള് ഒരു പരാബോളിക് പാത്തിൽ കൂടെ വീഴുന്നതായിട്ടേ കാണുള്ളൂ. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ, ട്രെയിനിലിരിക്കുന്ന ആൾ മുകളിലോട്ട് എറിയുന്ന ഒരു കല്ല് അല്ലെ ബോള് പരാബോളിക് പാത്തിൽ കൂടെ വീഴുന്നതായിട്ട് കാണും. അപ്പോൾ രണ്ടുപേരും രണ്ട് ഒബ്സർവേഷനാണ് നടത്തുക. ഇയാൾ നടത്തുന്ന ഒബ്സർവേഷൻ സ്ട്രെയിറ്റ് പാത്ത് മോഷനാണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്നയാൾ കാണുന്നത് ഈ ബോള് പരാബോളയിൽ കൂടെ പോകുന്നതാണ്. കാരണം ട്രെയിനിൻ്റെ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കയറി വരും. അപ്പോൾ പരാബോളിക് പാത്തിൽ കാണും. എന്നിരുന്നാലും ഗ്രൗണ്ടിൽ നിൽക്കുന്നയാളും ഈ പരാബോളിക് പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഗ്രാവിറ്റി മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണല്ലോ സത്യം.
അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാളും ട്രെയിനിലിരുന്ന് മുകളിലോട്ട് ബോൾ എറിയുന്ന ആളും അയാൾ സ്ട്രെയിറ്റ് പാത്ത് ആണെന്ന് കാണുന്നു, ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ പരാബോളിക് പാത്ത് കാണുന്നു. പക്ഷേ രണ്ട് സന്ദർഭത്തിലും ലോ ഓഫ് ഇനേർഷ്യ ബാധകമാണ്. അതല്ലേ അവിടെ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് വെയിറ്റ് മാത്രമാണ്. F=mg എന്ന് പറയുന്ന ഫോഴ്സ് ആ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കേസിലും ന്യൂട്ടൻ്റെ മെക്കാനിക്സ് അല്ലെ ന്യൂട്ടൻ്റെ ഫോഴ്സ് ലോ ബാധകമാണ്, ഒരുപോലെ ബാധകമാണ്. നേരെ മറിച്ച് ഇതൊരു സ്പിന്നിങ് റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം, സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമും ഈ വസ്തുവും തമ്മിൽ ഫ്രിക്ഷൻ 0യാണ് എങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ കാണുന്നത് ഈ പ്ലാറ്റ്ഫോം, ഈ വസ്തു അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണും. കാരണം ഈ ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനോടൊപ്പം ഈ വസ്തു കറങ്ങില്ല. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ ഈ വസ്തു സ്റ്റേഷനറി ആയിട്ട് എന്ന് പറഞ്ഞ ഗ്രൗണ്ടിൽ ഒരു പോയിന്റിന് നേരെ മുകളിൽ എപ്പോഴും ഈ വസ്തു ഉണ്ടാവുന്നതായിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾ കാണും. അയാളെ സംബന്ധിച്ച് ലോ ഓഫ് ഇനേർഷ്യ ബാധകമാണ്. അപ്പോൾ കാരണം ഫോഴ്സ് ഒന്നും ഇല്ലാത്തിടത്തോളം കാലം അത് അവിടെ തന്നെ നിൽക്കണമല്ലോ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ. നേരെ മറിച്ച് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സർക്കുലർ മോഷൻ നടത്തുക. കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഈ ബോളിൽ ഈ വസ്തുവിനെ കൂടെ കൂട്ടില്ല, സ്ലിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളിന് ഇത് സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നതായിട്ടേ കാണും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ന്യൂട്ടൻ്റെ ലോ ഓഫ് ഇനേർഷ്യയോടെ ബാധകമല്ല. അയാൾക്കും അറിയാം അവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇല്ല എന്നറിയാം. അപ്പോൾ അയാൾ പ്രതീക്ഷിക്കേണ്ടത് ഇത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ ആയിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് രണ്ടും അല്ല അയാൾ ഒബ്സർവ് ചെയ്യുന്നത്. സർക്കുലർ മോഷൻ നടത്തുന്നതായിട്ട് അയാൾ കാണും. സർക്കുലർ മോഷൻ നടത്തുന്നു എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഇനേർഷ്യയ്ക്ക് വിരുദ്ധമാണ്. കാരണം ഫോഴ്സ് ഇല്ലെങ്കിൽ ഒന്നുകിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തുടരണം, അല്ലെ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ ചലിക്കണം. ഇത് രണ്ടുമല്ല പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാൾ കാണുക. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് പ്ലാറ്റ്ഫോം ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല. ഇത്തരം ഫ്രെയിം ഓഫ് റെഫറൻസിന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ബാധകമല്ല. അത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ നമുക്ക് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് ഗ്രൗണ്ട്, ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ പറയുമ്പോഴും നീളം, വീതി, പൊക്കം, സ്പേസ് അല്ലേ. അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു. OX, OY, OZ ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റേഷനറി ഫ്രെയിം ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഗ്രൗണ്ട് O', X', Y', Z' ഇതൊരു മൂവിങ് ഫ്രെയിമാണ്. സെറ്റ് ട്രെയിൻ ആണെന്നിരിക്കട്ടെ. ഇതിനെ പ്രൈംഡ് ഫ്രെയിം എന്നും ഇതിനെ അൺപ്രൈംഡ് ഫ്രെയിം എന്നും നമുക്ക് വിളിക്കാം. ഇവിടെ ഡാഷ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പ്രൈംഡ് ഫ്രെയിം, ഇത് അൺപ്രൈംഡ് ഫ്രെയിം. അൺപ്രൈംഡ് ഫ്രെയിമുമായിട്ട് റിലേറ്റീവായിട്ട് ഈ ഫ്രെയിം v വെലോസിറ്റിയിൽ കോമൺ X ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കേസ് എന്ന് സങ്കല്പിക്കുക. ഈ ഫ്രെയിമിൽ P എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ഒരു പൊസിഷനുണ്ട് എന്നിരിക്കട്ടെ, അവിടെ ഒരു വസ്തുവുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ കോർഡിനേറ്റ്സ് അളക്കുന്നു. പ്രൈംഡ് ഫ്രെയിമിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ A', P, എക്സ് കോർഡിനേറ്റ്. അൺപ്രൈംഡ് ഫ്രെയിമിൽ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ AP. അപ്പോൾ AP = X എന്ന് പറഞ്ഞാൽ അൺപ്രൈംഡ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ പിയുടെ എക്സ് കോർഡിനേറ്റായിട്ട് മെഷർ ചെയ്യുന്നത് ദൂരമാണ്. A', P = X' എന്ന് പറഞ്ഞാൽ പ്രൈംഡ് ഫ്രെയിമിൽ
ഈ മൂവിങ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ പിയുടെ പൊസിഷൻ അളക്കുന്ന ദൂരമാണ്. എ ഡാഷ് ടി സെക്കൻഡ് കൊണ്ട്, ടി സെക്കൻഡ് ആദ്യം ഇനിഷ്യലായിട്ട് ഒ ഡാഷ് ഈ രണ്ട് ഫ്രെയിംസും കോയിൻസൈഡ് ചെയ്തിരിക്കട്ടെ, രണ്ടിൻ്റെ ഒറിജിൻ ഒരിടത്ത് വരുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ടി ഈക്വൽ 0 എന്നെടുക്കും. ടി സെക്കൻഡ് കൊണ്ട് ഈ മൂവിങ് ഫ്രെയിം ഓടിയ ദൂരം വി ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ അത് എ ഡാഷ് ഈക്വൽസ് വി ഇൻറ്റു ടി. ഇനി നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാകും എ ഡാഷ് പി ഈക്വൽസ് എ പി മൈനസ് എ ഡാഷ്. സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കും. എ ഡാഷ് പി എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ഈക്വൽസ് എ പി എക്സ് മൈനസ് വി ടി. എ ഡാഷ് ഈസ് വി ടി. അപ്പോൾ എക്സ് ഡാഷ് ഈക്വൽസ് എക്സ് മൈനസ് വി ടി. ഇതാണ് എക്സ് ഡയറക്ഷനിൽ എക്സ് കോർഡിനേറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. എക്സ് ഡാഷ് എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിമിൽ ഇരിക്കുന്ന ആൾ നടത്തുന്ന മെഷർമെൻറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ അൺപ്രൈംഡ് ഫ്രെയിമിൽ നിൽക്കുന്നയാൾ നടത്തുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഒബ്സർവേഷൻസും അല്ലെ മെഷർമെൻറ്റ്സും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് എക്സ് ഡാഷ് ഈക്വൽസ് എക്സ് മൈനസ് വി ടി. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, ഇപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുക. ഇനി വൈ ഡയറക്ഷനിൽ ഇസഡ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വൈ ഡാഷ് ഈക്വൽസ് വൈ എന്നെടുക്കാം, ഇസഡ് ഡാഷ് ഈക്വൽസ് ഇസഡ് എന്നെടുക്കാം. ഇനി ന്യൂട്ടനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്ടണും ഗലീലിയും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു യൂണിവേഴ്സൽ ടൈം ഉണ്ടെന്നാണ്. ടൈമിനെ അവർ യൂണിവേഴ്സലാക്കിയിരിക്കുക. ഫ്രെയിം ഓഫ് റെഫറൻസുമായിട്ട് യാതൊരു ബന്ധവും ടൈമിനുമില്ല, മാസിനുമില്ല. ഇതാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ടി ഡാഷ് ഏത് ഫ്രെയിമിൽ നിന്ന് അളന്നാലും ടൈമിന് മാറ്റമൊന്നുമില്ല. ടി ഡാഷ് ഈക്വൽസ് ടി. അവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ തിയറി കയറി കളിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ആ ന്യൂട്ടോണിയൻ കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്പോസ് ഇനി പി എന്ന് പറയുന്ന ഒരു വസ്തു അത് മൂവ് ചെയ്യുന്നിരിക്കട്ടെ. ഈ മൂവിങ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ ഈ വസ്തു ചലിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സപ്പോസ് പി മൂവ്സ് റിലേറ്റീവ് ടു ഒ ഡാഷ് ടേക്കിംഗ് ഇൻക്രിമെൻറ്റ്സ് ഓഫ് ഇക്വേഷൻ 1. അപ്പോൾ പി ചലിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഇൻക്രിമെൻ്റ് എടുക്കുക. അപ്പോൾ ഡി എക്സ് ഡാഷ് ഈക്വൽ ഡി ടി സെക്കൻഡ് കൊണ്ട് എക്സ് ഡയറക്ഷനിൽ കവർ ചെയ്ത ദൂരം ഡി എക്സ് ഡാഷ് ഈക്വൽസ് ഡി എക്സ് മൈനസ് വി കോൺസ്റ്റൻ്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഫ്രെയിംസാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ വി ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി ടി. അതുപോലെ ഡി വൈ ഡാഷ് ഈക്വൽസ് ഡി വൈ, ഡി ഇസഡ് ഡാഷ് ഈക്വൽസ് ഡി ഇസഡ്, ഡി ടി ഡാഷ് ഈക്വൽസ് ഡി ടി. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഇതതിൻ്റെ ഇൻക്രിമെൻറ്റ്സ്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഡി ടി ഡാഷ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈക്വൽസ് ഡി എക്സ് ബൈ ഡി ടി ഡാഷ് മൈനസ് വി ഇൻറ്റു ഡി ടി ബൈ ഡി ടി ഡാഷ്. അതുപോലെ ഡി വൈ ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈക്വൽസ് ഡി വൈ ബൈ ഡി ടി ഡാഷ്, ഡി ഇസഡ് ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈക്വൽസ് ഡി ഇസഡ് ബൈ ഡി ടി ഡാഷ്. പക്ഷേ നമുക്കറിയാം ടി ഡാഷ് ഈക്വൽസ് ടി, അങ്ങനെയാണ് ഡി ടി ഡാഷ് ഈക്വൽസ് ഡി ടി. ഇത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈക്വൽസ് ഡി എക്സ് ബൈ ഡി ടി ഡാഷിന് വരെ ഇപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം മൈനസ് വി ഇൻറ്റു ഡി ടി ഡാഷ് ഡി ടി ബൈ ഡി ടി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി ടി വണ്ണെന്ന് കിട്ടുമല്ലോ. ഓർ ദിസ് ഈസ് വി എക്സ് ഡാഷ്, ദിസ് ഈസ് വി എക്സ്. അപ്പോൾ വി എക്സ് ഡാഷ് ഈക്വൽസ് വി എക്സ് മൈനസ് വി, അല്ലെങ്കിൽ വി എക്സ് ഈക്വൽസ് വി എക്സ് ഡാഷ് പ്ലസ് വി. ഇത് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ പ്രൈംഡ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾ ഒബ്സർവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി എക്സ് ഡാഷ്. അൺപ്രൈംഡ് ഫ്രെയിമിൽ നിൽക്കുന്നയാൾ അതേ വസ്തുവിൻ്റെ വെലോസിറ്റി വി എക്സ് ആയിട്ടാണ് മെഷർ ചെയ്യുക. ഈ രണ്ട് വെലോസിറ്റിയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇത് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആയത്. ഇതുപോലെ മറ്റ് രണ്ട് ടേംസ് ഇക്വേഷൻസ് എഴുതുക. ഡി വി വൈ ഡാഷ് ഈക്വൽസ് വി വൈ, വി ഇസഡ് ഡാഷ് ഈക്വൽസ് വി ഇസഡ്.
ഇവിടെ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള മോഷനെ നമ്മൾ എടുക്കുക. ഇനി ആക്സിലറേഷൻ എടുക്കണമെങ്കിൽ എ എക്സ് ഡാഷ് ഈക്വൽസ് ഡി വി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു ഡി വി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് എന്ന് പറയുമ്പോൾ ഡി വി എക്സ് ബൈ ഡി ടി ഡാഷ് മൈനസ് ഡി വി ബൈ ഡി ടി ഡാഷ്. ഇതിൽ നമുക്കറിയാം ഡി ടി ഡാഷ് ഈക്വൽസ് ഡി ടി. അപ്പോൾ ഇവിടെ ഡി ടി എന്ന് കൊടുക്കാം. വി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ ടേം അങ്ങ് 0 ആകും. കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ 0 ആകുന്നല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ എക്സ് ഡാഷ് ഡി വി എക്സ് ഡാഷ് ബൈ ഡി ടി ഡാഷ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഡാഷ് ആക്സിലറേഷൻ വിത്ത് റെഫറൻസ് ടു ദി പ്രൈംഡ് ഫ്രെയിം. ഇത് എ ആക്സിലറേഷൻ വിത്ത് റെഫറൻസ് ടു ദി അൺപ്രൈംഡ് ഫ്രെയിം. ഇത് 0 അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കിട്ടുന്ന എ എക്സ് ഡാഷ് ഈക്വൽസ് എ എക്സ്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ആക്സിലറേഷൻ ഏത് ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് മെഷർ ചെയ്താലും ഒരേപോലെയാണ് കിട്ടുക. അങ്ങനെ ഉള്ള ക്വാണ്ടിറ്റിക്ക് ഇൻവേരിയൻ്റ് എന്ന് പറയുക. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഇൻവേരിയൻറ്റ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഓർ അക്കോർഡിംഗ് ടു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് ഈ ന്യൂട്ടൺസ് ലോ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ന്യൂട്ടൺസ് ലോ ഫോഴ്സ് ലോയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഇത്. അപ്പോൾ അതായത് ബേസിക് ഫോഴ്സ് ഇക്വേഷൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ ബേസിക് ഇക്വേഷൻ എഫ് ഈക്വൽസ് എം എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അവിടെ ഫോഴ്സ് അനുസരിക്കുന്ന ഒരു നിയമം പറഞ്ഞില്ല എങ്കിൽ എഫ് ഈക്വൽസ് എം എ എന്നുള്ള ഫോഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഫോഴ്സ് ഒരു ലോ ഉണ്ടെങ്കിൽ മാത്രമേ എഫ് ഈക്വൽസ് എം എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ലോ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലോ ഉണ്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ലോ എവിടെ എടുത്താലും ലോ വരും. ഫ്രിക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കേസിലെല്ലാം ലോ ഉണ്ട്. അപ്പോൾ എഫ് ഫോഴ്സ് നമുക്കിപ്പോൾ രണ്ട് വസ്തുക്കളും പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്നിരിക്കട്ടെ. എഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻറ്ററാക്ടിങ് ബോഡീസ് ആണെന്നിരിക്കട്ടെ. സപ്പോസ് എഫ് ഈസ് എ ഫങ്ഷൻ ഓൺലി ഓഫ് ദെയർ സെപ്പറേഷൻ. ഇപ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് M1 ആൻഡ് M2 ഈസ് എഫ് ഈക്വൽസ് Gm1 M2 ബൈ R² എന്നാണ്. ഇവിടെ R എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള അകലമാണ്. അപ്പോൾ സപ്പോസ് എഫ് ഈസ് എ ഫങ്ഷൻ ഓൺലി ഓഫ് ദെയർ സെപ്പറേഷൻ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദെയർ വെലോസിറ്റീസ് ഓർ ആക്സിലറേഷൻസ് എങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ബോഡി 2 by body 1 as observed in the unprimed inertial frame F12 എന്നിരിക്കട്ടെ ഈക്വൽസ് എ ഫങ്ഷൻ ഓഫ് x2 മൈനസ് x1. M1 എന്ന് പറയുന്ന മാസ് x1 എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്നു, M2 എന്ന് പറയുന്ന മാസ് x2 എന്ന പൊസിഷനിലിരിക്കുന്നു എങ്കിൽ അത് തമ്മിലുള്ള അകലം x2 മൈനസ് x1 ആണ്. ഈ ഫോഴ്സ് ഈ x2 മൈനസ് x1ൻ്റെ ഒരു ഫങ്ഷൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെ ഉള്ള കേസായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ. അപ്പോൾ F12 ഈക്വൽസ് ഫോഴ്സ് ഓൺ ബോഡി 2 എക്സർട്ടഡ് ബൈ ബോഡി 1. F12 ഈക്വൽസ് എ ഫങ്ഷൻ ഓഫ് x2 മൈനസ് x1. അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല അനുസരിച്ച് F12 ഈക്വൽസ് അപ്പോൾ ആക്സിലറേഷൻ കിട്ടുന്ന M2-നാണ്, M2A2. ഇത് അൺപ്രൈംഡ് ഫ്രെയിമിൽ ന്യൂട്ടൺസ് ഫോഴ്സ് ലോയാണ്. ഇക്വേഷൻ നമ്പർ 1 എന്നിരിക്കട്ടെ. ഇൻ ടേംസ് ഓഫ് മെഷർമെൻറ്റ്സ് മെയ്ഡ് ഇൻ ദി പ്രൈംഡ് ഫ്രെയിം. ഇതേ ഫോഴ്സ് നമുക്ക് F12 ഡാഷ് എന്നെടുക്കാം. ദാറ്റ് മസ്റ്റ് ബി എ ഫങ്ഷൻ ഓഫ് x2 ഡാഷ് മൈനസ് x1 ഡാഷ്. പ്രൈംഡ് ഫ്രെയിമിൽ വസ്തുക്കളുടെ കോർഡിനേറ്റ്സ് അപ്പോൾ x1 ഡാഷും x2 ഡാഷുമാണ്. ഇനി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. x2 ഡാഷ് മൈനസ് x1 ഡാഷ് എന്ന് പറയുമ്പോൾ x2 ഡാഷ് ഈസ് x2 മൈനസ് vt
മൈനസ് എക്സ് വൺ ഡാഷ് ഈസ് എക്സ് വൺ മൈനസ് വി ടി. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് കിട്ടും. ചുരുക്കത്തിൽ എഫ് വൺ ടു ഡാഷ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് ടു ഡാഷ് മൈനസ് എക്സ് വൺ ഡാഷ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് കിട്ടും. ദറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് വൺ ടു. അപ്പോൾ ഫോഴ്സിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇനി നമ്മൾ നേരത്തെ കണ്ട എ ടു ഡാഷ് ഈക്വൽസ് എ ടു, എം ടു ഡാഷ് ഈക്വൽസ് എം ടു. മാസ് ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറയുക. ഇത് രണ്ടും കൂടെ വി ക്യാൻ എക്സ്പ്രസ് ലോ വൺ ആസ്. അപ്പോൾ ഈ പ്രൈംഡ് ഫ്രെയിമിൽ എഫ് വൺ ടു ഡാഷ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് ടു ഡാഷ് മൈനസ് എക്സ് വൺ ഡാഷ് എന്നാണ്. എക്സ് ടു ഡാഷ് മൈനസ് എക്സ് വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈനസ് എക്സ് വൺ. അപ്പോൾ എഫ് ഓഫ് എഫ് വൺ ടു ഡാഷ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് ടു ഡാഷ് മൈനസ് എക്സ് വൺ ഡാഷ്. ഇതിപ്പോൾ എം ടു എ ടു എന്ന് ഇവിടെ കിട്ടി. അതിവിടെ ഈ ഫ്രെയിമിൽ നമുക്ക് എം ടു ഡാഷ് എ ടു ഡാഷ് എന്ന് എഴുതാൻ കാരണം എം ടു ഈക്വൽസ് എം ടു ഡാഷ് ആൻഡ് എ ടു ഈക്വൽസ് എ ടു ഡാഷ്. ചുരുക്കത്തിൽ ഇത് എം ടു ഡാഷ് എ ടു ഡാഷ് എന്ന് എഴുതാം. അപ്പം എനിക്ക് അൺപ്രൈംഡ് ഫ്രെയിമിൽ എഫ് വൺ ടു ഈക്വൽസ് എം ടു എ ടു എന്ന് എഴുതാം. അത് തന്നെ പ്രൈംഡ് ഫ്രെയിമിൽ എഫ് വൺ ടു ഡാഷ് ഈക്വൽസ് എം ടു ഡാഷ് എ ടു ഡാഷ് എന്നെടുക്കാം. അതപ്പോൾ മനസ്സിലാവുന്നത് ഫോഴ്സിൻ്റെ ലോ, ന്യൂട്ടൺസ് ഫോഴ്സ് ലോ ഈ രണ്ട് ഫ്രെയിംസ് ഇനേർഷ്യൽ ഫ്രെയിംസിലും ഒരുപോലെ ബാധകമാണ്, ഒരുപോലെ അപ്ലൈ ചെയ്യാം എന്നാണ് മനസ്സിലാവുന്നത്. അല്ല, ന്യൂട്ടൺസ് ഫോഴ്സ് ലോ ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ഇതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്. നേരെ മറിച്ച് ഈ എക്സ് ടു മൈനസ് എക്സ് വണ്ണിന് പകരം അപ്പോൾ എക്സ് ടു സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ ഫോഴ്സ് ലോ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ ഉൾപ്പെടുന്ന ഇൻവോൾവ് ആകുന്ന ഫോഴ്സ് എക്സ് ടു മൈനസ് എക്സ് വൺ, അത് നമ്മളുടെ അകലത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻ എന്നതിന് പകരം സപ്പോസ് ദി ഫോഴ്സ് ബി എ ഫങ്ഷൻ ഓഫ് എക്സ് ടു സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ലോ ഇൻവേരിയൻ്റ് ആവില്ല എന്ന് കാണാം. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് രണ്ട് ഫ്രെയിമിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഭാഗ്യവശാൽ അങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ പ്രകൃതി കാണുന്നില്ല. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ സ്ഥാപിച്ചു. നമ്മൾ കണ്ടത് ലോ സ്പീഡിൽ, അതായത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മെക്കാനിക്സ് ഇൻവേരിയൻ്റ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഏത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാലും റിസൾട്ട് ഒരുപോലെ. അപ്പോൾ നമുക്ക് ഒരു പ്രിഫേർഡ് റെഫറൻസ് ഫ്രെയിം ഇല്ല ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ. ഒരു ഇനേർഷ്യൽ ഫ്രെയിം മറ്റൊന്നിനേക്കാൾ മെച്ചമെന്നോ മോശമെന്നോ പറയാൻ പറ്റില്ല. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ന്യൂട്ടൺസ് ലോയെ സംബന്ധിച്ച് ഒരുപോലെ ആണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഒബേ ചെയ്യുന്നത്. നേരെ മറിച്ച് വെലോസിറ്റി, ഹൈ വെലോസിറ്റി വരുമ്പോൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പരാജയപ്പെടുന്നതായിട്ട് കാണാം. ന്യൂട്ടൺസ് ലോ അനുസരിക്കുന്നില്ല എന്ന് കാണാം. അതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനം. അത് നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിൽ അത് തെളിയിക്കുകയും ഒക്കെ വേണം. കൂടുതൽ ചർച്ചകളൊക്കെ നടത്താം. താങ്ക് യു.